യെസ് MCA, ഒരു പക്ഷേ ഈ പറയുന്നതായിരിക്കാം. അമേരിക്ക പറയുന്നു ഇറാന്റെ കൈവശമുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം, അതിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ലക്ഷ്യമാണ്, അതിനുകൂടിയാണ് ഈ ആക്രമണം ഞങ്ങൾ നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇറാൻ ഇപ്പോഴും പറയുന്നു ഞങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളിൽ പലതും ഞങ്ങൾ പുറത്തെടുത്തിട്ടില്ല എന്ന് ഇറാൻ തന്നെ പറയുന്നു. അമേരിക്കയിൽ ചെന്ന് പതിക്കാൻ കെൽപ്പുള്ള മിസൈലുകൾ ഞങ്ങളുടെ കൈവശമില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അമേരിക്ക പക്ഷേ അങ്ങനെയല്ല പറയുന്നത്. അതിനും പോന്ന മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട് എന്ന് അമേരിക്ക കരുതുകയാണ്. മഹേഷ്, തീർച്ചയായിട്ടും. കാരണം ഇന്നിപ്പോൾ ട്രംപ് വ്യക്തമാക്കിയതും അമേരിക്കയ്ക്കൊരു വലിയ ഭീഷണിയായിട്ട് ഇറാൻ മാറുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ആക്രമണം അനിവാര്യമായി മാറിയത്. ലോകത്തിന്റെ പൂർണ്ണ പിന്തുണയും ഈ ഒരു ആക്രമണത്തിൽ തനിക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാനിൽ ഉള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യങ്ങൾ എന്താണെന്ന് ട്രംപ് വിശദീകരിക്കുന്നത്. കാരണം നാവികസേനയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും, ഈ മേഖലയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നാവികസേന തന്നെയാണ് ഇറാന് സ്വന്തമായിട്ടുള്ളത്. കാരണം ഹോർമുസ് കടലിലൂടെ പോലുള്ള നിർണായകമായിട്ടുള്ള കപ്പൽപാതയുടെ നിയന്ത്രണം, ആ പ്രദേശത്തിന്റെ സുരക്ഷയിലൊക്കെ വലിയ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് എന്ത് തന്നെയായാലും ഇറാൻ നാവികസേനക്കുണ്ട്. അപ്പൊ നാവികസേനയുടെ ഈ അർത്ഥത്തിലുള്ള അപ്രമാദിത്വം തകർക്കുക എന്നതും ഒരുപക്ഷെ ട്രംപ് മുന്നിൽ കാണുന്ന പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം എബ്രഹാം ലിങ്കൺ പടക്കപ്പൽ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ജെറാൾഡ് ആർ ഫോർഡ് എന്ന മറ്റൊരു പടക്കപ്പൽ, വിമാനവാഹിനി കപ്പൽ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സുശക്തമായിട്ടുള്ള സൈനിക സന്നാഹങ്ങൾ ഒരുക്കി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇറാനെതിരായിട്ടുള്ള ഈ നീക്കം നടക്കുന്നത്. അത് കേവലമായിട്ടുള്ള ഒരു ആണവ പദ്ധതിയോ ആണവ ഭീഷണിയോ മുൻനിർത്തിക്കൊണ്ട് മാത്രമല്ല എന്നുകൂടി ട്രംപിന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുകയാണ്. അദ്ദേഹം ലക്ഷ്യമിടുന്നത് ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തെ പരമാവധി അത് നശിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഇറാന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള നാവികസേനക്ക് വലിയ തോതിലുള്ള പോറലേൽപ്പിക്കുക, പ്രഹരമേൽപ്പിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇനി ഒരു പക്ഷേ നടക്കാൻ പോകുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റുമുട്ടൽ വേദി എന്നത് ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് തന്നെ ആകാനാണ് സാധ്യത. കാരണം അവിടെയാണ് ഇറാന് പിന്നിട്ട ദിവസങ്ങളിൽ ഈ ആക്രമണം തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെയും റഷ്യയും ചൈനയുമായി ചേർന്നുകൊണ്ടുള്ള വലിയ നാവികാഭ്യാസം നടത്തിയത്. ആ നാവികാഭ്യാസം വളരെ വിപുലമായ തോതിലുള്ളതായിരുന്നു. ആ സമയത്തൊക്കെ എല്ലാ വെടിക്കോപ്പുകളും മറ്റ് സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ അഭ്യാസം നടന്നത്. അത് സ്വാഭാവികമായിട്ടും അത്രയും ശക്തമായിട്ടുള്ള ഒരു നാവിക സേന തങ്ങൾക്ക് ഭീഷണിയായിട്ട് ഇവിടെ നിലയുറപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിനെ തളർത്തേണ്ടത്, നിർവീര്യമാക്കേണ്ടത്, ദുർബലപ്പെടുത്തേണ്ടത് തന്റെ പ്രധാന ലക്ഷ്യമായി കൂടി ട്രംപ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ബാലിസ്റ്റിക് മിസൈൽ പോലെ തന്നെ അപകടമാണ് ഇറാന്റെ ഈ നാവികസേന എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഏതൊക്കെ അർത്ഥത്തിലായിരിക്കും ഇനി ഈ കടൽ യുദ്ധം ഇനി സംഭവിക്കാൻ പോകുന്നത്, ആ കടൽ യുദ്ധത്തിൽ ആർക്കായിരിക്കും ഇനി മേൽക്കോയ്മ ലഭിക്കാൻ പോകുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടവുമായി ബന്ധപ്പെട്ട് നിർണായകമായിരിക്കും. എന്തായാലും 4 മുതൽ 5 ആഴ്ച ഈ യുദ്ധം നീണ്ടു നിൽക്കും. ആ യുദ്ധത്തിൽ ഏറ്റവും ഇനി പ്രധാനമായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഈ വ്യോമാക്രമണത്തിന് പുറമെ ഈ കടലാക്രമണവുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കുമെന്ന് ഈ ട്രംപിന്റെ പ്രതികരണത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മഹേഷ്. യെസ്.